ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ പാൻ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ഫ്ലഫി ആയിട്ട് നല്ലൊരു മേഘം പോലെ നല്ലൊരു പഞ്ഞിക്കുട്ടനായിട്ടുള്ള ഒരു പാൻ കേക്കാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു പാൻ കേക്കാണ്. നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 2 മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഞാൻ വെവ്വേറെ ആക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ 2 ബൗൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ വെള്ളം ഒരു പാത്രത്തിലോട്ടും മഞ്ഞ മറ്റൊരു പാത്രത്തിലോട്ടും ഒന്ന് മാറ്റിയിടാം. അങ്ങനെ ഞാൻ മുട്ടയുടെ വെള്ള വെച്ചിട്ടുള്ള പാത്രം ഇപ്പോൾ തൽക്കാലത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അത് പിന്നീടാണ് ആവശ്യം. അപ്പോൾ ഇനി മുട്ട മഞ്ഞ് ഇട്ടിട്ടുള്ള പാത്രം എടുക്കാം. അതിനകത്തോട്ട് ഞാൻ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ഇപ്പം ഞാൻ ഇതിനകത്തോട്ട് 3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇങ്ങനത്തെ ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാൻ നോക്കുക, അതാണ് കുറച്ചും കൂടെ നന്നായിട്ട് വരിക. പിന്നെ ഇതിനകത്തോട്ട് 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുമ്പോൾ സൺഫ്ലവർ ഓയിൽ വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഉള്ളത് മുട്ടയുടെ 2 മഞ്ഞയുണ്ട്, പാലുണ്ട്, ഓയിലുണ്ട്. ഇനി ഇത് 3ഉം ചേർത്ത് നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അടുത്തത് ഇതിനകത്തോട്ട് ഞാൻ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ആ ഒരു വാനില എസൻസും കൂടെ വരുമ്പോഴാണ് പാൻ കേക്കിൻ്റെ ആ ഒരു മണവും സ്വാദൊക്കെ നമുക്ക് വരിക. അപ്പോൾ ആ ഒരു വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ചേർക്കാനുള്ളത് മൈദപ്പൊടിയാണ്. ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി മൈദപ്പൊടിയും കൂടെ ഈ ഒരു മിക്സിനകത്ത് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇച്ചിരി തിക്കായിട്ട് വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടെ പാല് ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇതാ നമ്മുടെ പാൻ കേക്കിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഈ ഒരു മൈദയുടെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ്. അതായത് ഇങ്ങനെ മടക്ക് പോലെ കണ്ടോ, ഇങ്ങനെ വീണ് കെടുക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇതിനകത്തോട്ട് നമുക്ക് വേറൊരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. ഇത് മുഴുവനായിട്ടില്ല. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. നമ്മൾ മുട്ടയുടെ വെള്ളം ഒരു പാത്രത്തിലോട്ട് നമ്മൾ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുൻപ് ഇതിനകത്തോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ ജ്യൂസ് ആണെങ്കിലും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടാണ് നമ്മളത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് ഇവിടെ ഒരു ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇത് പലരും എന്നോട് ചോദിക്കാറുണ്ട്, മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവോ എന്നുള്ളത്. മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ വെള്ളം പോലെ കിട്ടത്തുള്ളൂ. ഒരിക്കലും അതൊരു നല്ല പതഞ്ഞ് അങ്ങ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വിസ്കർ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ നന്നായിട്ട് തന്നെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് ശരിയായി കിട്ടും. പക്ഷെ അത് ഇച്ചിരി സമയം എടുക്കും. ഒരു 10 മിനിറ്റെങ്കിലും സമയം എടുത്താലാണ് നമുക്ക് അങ്ങനെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതാ ഞാൻ 1 മിനിറ്റോളം ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ബീറ്റർ വെച്ച്. ഇനി ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത് വീണ്ടും അടിക്കുക. ഇതെന്ന് പറയുന്നത് നമുക്ക് പഞ്ചസാര എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കരുത്. ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാര കുറേശ്ശെ ആയിട്ട് വേണം ഇത് ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അടുത്ത പഞ്ചസാരയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇനി അടുത്ത ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. അങ്ങനെ മൊത്തം 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇടയ്ക്ക് ചേർത്ത് പിന്നെ ബീറ്റ് ചെയ്ത് അങ്ങനെ നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലോട്ട് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പം ഞാനത് കാണിക്കാം. ഇപ്പം ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ 3ാമത്തെ ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. എന്നിട്ട് ഒന്നും കൂടെ അടിക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ കാണാം, ടെക്സ്ചർ കണ്ടോ, അതിങ്ങനെ നല്ല ഫ്ലഫി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ അത് നന്നായിട്ടൊന്ന് നല്ല പഞ്ഞിക്കുട്ടം പോലെ ആവട്ടെ. അന്നേരം നമുക്ക് നിർത്താം. ഞാനിപ്പോൾ ഇവിടെ നിർത്തുകയാണ്. ഈ ഒരു സ്റ്റേജിൽ നിർത്തുകയാണ്. ഇതിങ്ങനെ പീക്ക് ചെയ്ത് വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ സമയം വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷെ ഒത്തിരി ഓവറായി ചെയ്ത് കഴിഞ്ഞാലും അത് കൊള്ളത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് നിർത്താം. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ള കുറേശ്ശെയായിട്ട് നമ്മൾ ആ മൈദയുടെ മിക്സിനകത്ത് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. മൈദ കണ്ടോ ഇപ്പം അത് അടിയിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിതൊന്ന് പാൻ കേക്ക് ആക്കി എടുക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. ഞാനിവിടെ ഓരോന്നാണ് ചെയ്യുന്നത്. നമ്മുടെ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് ഒരു പാനിൽ തന്നെ 2, 3, 4 ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബട്ടറൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ അതിനാവശ്യമായിട്ടുള്ള ബട്ടർ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ എടുത്തത് ഇച്ചിരി കൂടുതലായതുകൊണ്ട് അത് കുറച്ചങ്ങ് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അടുത്തേക്ക് ഈ ബട്ടർ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് നമുക്കൊരു നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഐസ്ക്രീം സ്കൂപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം
ഐസ്ക്രീം സ്കൂപ്പ് വെച്ചിട്ട് നമുക്ക് കോരി ഒഴിക്കാം, സ്പൂൺ വെച്ചിട്ട് കോരി ഒഴിക്കാം. ഐസ്ക്രീം സ്കൂപ്പറൊക്കെ വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും. ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് സ്പൂൺ വെച്ചിട്ടാണ്. ഇതെന്ന് പറയുന്നത് ദോശ എടുക്കുന്നത് പോലെ പരത്തി എടുക്കല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ മേലെ ഇങ്ങനെ ഇട്ടിട്ട് കണ്ടോ, ഈ ഒരു രീതിക്ക് അങ്ങനെ ഇട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എങ്കിലാണ് നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഇതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം, ഏറ്റവും ലോ ഫ്ലെയിമിലല്ല, ഒരു മീഡിയത്തിനും ലോനും ഇടയ്ക്കുള്ള ഒരു ഫ്ലെയിമിനകത്ത് ഇടാം. എന്നിട്ട് ഇത് കറക്റ്റ് 5 മിനിറ്റാണ് ഞാനിപ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നത്. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് വളരെ പതുക്കെ വേണം ഒന്ന് തിരിച്ചിതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പം ഇനി ആ ഒരു തിരിച്ചിട്ട ഭാഗം കൂടെ 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് എടുത്തു മാറ്റാം. ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനിടയ്ക്ക് ഞാനൊന്ന് തൊട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആ പാത്രത്തിൽ ആ ഒരു കയ്യിൽ കണ്ടോ ചെറുതായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. അത് 5 മിനിറ്റിന് മുന്നാണ്. അപ്പം മനസ്സിലാക്കുക, കറക്റ്റ് 5 മിനിറ്റ് ആകുമ്പോഴാണ് നമുക്ക് തിരിച്ചിടേണ്ടത്. അപ്പം ഞാൻ അവിടുന്ന് എടുത്തു, നമ്മുടെ സെർവിങ് പ്ലേറ്റിനകത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ പെട്ടെന്ന് തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പം അത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പാൻ കേക്കാണിത്. നമ്മൾ സാധാരണ പഴവും ഒക്കെ ചേർത്തിട്ടാണ് പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കാറ്. നിങ്ങൾ ഒരു തവണ ഇതുപോലെ ഒന്ന് പാൻ കേക്ക് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കുഞ്ഞുങ്ങൾക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ ഇതിൻ്റെ മേലെ ഞാൻ ചുമ്മാ ഒരു ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ് ആ ഒരു പുതിനയിലൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്, കയ്യിൽ പിടിച്ചുകൊണ്ട് നമുക്ക് കഴിച്ചുകൊണ്ട് നടക്കാം, അത്രയും ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നത് സിറപ്പ് എന്തെങ്കിലും, ഇപ്പോൾ ഗോൾഡൻ സിറപ്പോ മേപ്പിൾ സിറപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ മേലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് കഴിക്കാം. അല്ലെങ്കിൽ ഒരു കൊച്ചു പാത്രത്തിൽ അല്പം നട്ടല്ല അതൊക്കെ വെച്ച് കൊടുത്ത് അതിലൊന്ന് ഡിപ്പ് ചെയ്ത് കഴിക്കുവാണെങ്കിലും ഇത് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അറിയിക്കണം. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.